ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. പാസ് കുക്ക് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നമ്മുടെ വൈകുന്നേരത്തെ ചായക്ക് കടിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി വരും, അതും കൂടി ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഞാൻ ഇതിനായിട്ട് 1.5 കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട്. 1 മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. 1.5 കപ്പിന് 1 മുട്ട എന്ന കണക്കിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ മിക്സിയുടെ ജാറെടുത്ത് നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അപ്പം ഞാൻ മൈദ മാവ് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മുട്ട കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. പശുവും പാലാണ്, 1 ഗ്ലാസ് പശുവും പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്കിത് ഏകദേശം ഒരു നല്ലൊരു ദോശമാവിൻ്റെ പരുവത്തിലാണ് നമ്മളിതൊന്ന് അടിച്ചെടുക്കുന്നത്. അപ്പം അതിന് പാകത്തിന് വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കാം. വെള്ളം ഇതുപോലെ ഒന്ന് നോക്കിക്കൊണ്ട് തന്നെ ചേർത്ത് കൊടുക്കുക. കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ നമുക്ക് ദോശ ചുട്ടെടുക്കാൻ പറ്റില്ല. അപ്പം ഞാനിതിന് വെള്ളം ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ആവശ്യമാണെങ്കിൽ നമുക്ക് അടിച്ചതിന് ശേഷം വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ വെള്ളം നമുക്ക് നോക്കാം, നമ്മൾ ഇതിലേക്ക് ചേർത്ത വെള്ളം നമുക്ക് പാകത്തിനായി കിട്ടിയിട്ടുണ്ടോയെന്ന്. ഇപ്പം നമുക്ക് പാകത്തിനായി കിട്ടിയിട്ടില്ല. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് ലൂസാക്കി എടുക്കാം. ഒരിക്കൽ കൂടി അടിച്ചെടുക്കാം നമുക്കിത്. അങ്ങനെ നമ്മുടെ ദോശക്കുള്ള മാവ് പാകത്തിന് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ദോശ ചുട്ടെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാനിൽ തന്നെയാണ് ഞാൻ സ്നാക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേ പാനിൽ തന്നെ ആദ്യം തന്നെ നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പം അതിനായിട്ട് ഞാൻ പാന് ചൂടായതിന് ശേഷം ഒരിത്തിരി എണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒഴിച്ച് നമുക്ക് ഇതുപോലെ ഓരോ ദോശയും ചുട്ടെടുക്കാം. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന സ്നാക്സിൻ്റെ പേരാണ് അട്ടിപ്പത്തിരി എന്നാണ്. അപ്പം ഞാൻ ഇതേ പാനിലാണ് ഈ അട്ടിപ്പത്തിരി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഓരോ ദോശയും ഇതേ പാനിൽ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരേ അളവിൽ തന്നെ ദോശ റെഡിയായിട്ട് കിട്ടുകയും ചെയ്യും. നമുക്ക് മറ്റൊരു പാനിലാണ് ചെയ്യുന്നതെങ്കിൽ ചെറുതും വലുതുമായി കഴിഞ്ഞാൽ നമ്മൾ സ്നാക്സ് റെഡിയാക്കുന്ന സമയത്ത് അത് നല്ലതുപോലെ റെഡിയായിട്ട് കിട്ടില്ല.
അപ്പോൾ ഇതേ പാനിൽ നമ്മൾ ഏത് പാനിലാണോ റെഡിയാക്കുന്നത് അതേ പാനിൽ തന്നെ ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരേ ഷേപ്പിൽ തന്നെ ദോശ റെഡിയായി കിട്ടുകയും ചെയ്യും. അപ്പം ഞാൻ ദോശ മുഴുവനും ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ പാനിൽ തന്നെ ഞാൻ ഇതിനുള്ള മസാലയും റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 3 വലിയ ഉള്ളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലോട്ട് ഇത് ഇട്ട് കൊടുക്കാം. എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഉള്ളി ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ചേരുവ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂണ്, കറിവേപ്പില 8 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഇത് ഇത്രയും കൂടി ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ പച്ചമുളക് വലുത് 8 ഞാൻ എടുത്ത് ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ കറിവേപ്പില. അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾ മുളകിട്ട് കൊടുക്കുക. അപ്പോൾ എനിക്ക് അത്യാവശ്യം എരിവ് വേണ്ടത് കൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ തന്നെ മുളകിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ കുരുമുളക് പൊടി നിങ്ങൾക്ക് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. എരിവ് വേണ്ടാന്നുള്ളവർക്ക് ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ മല്ലിപ്പൊടിയുടെയും അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറിക്കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ബീഫാണ്. അപ്പം ഞാൻ ബീഫ് നേരത്തെ തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും കൂട്ടി നല്ല പോലെ വേവിച്ച് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷാക്കി എടുത്തിട്ടുണ്ട്. അതായത് ചെറിയൊരു രീതിയിൽ ക്രഷാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ക്രഷാക്കി തന്നെ നിങ്ങൾ ഇതിലേക്ക് ചേർക്കുക. അപ്പം നിങ്ങൾക്ക് ബീഫിന് പകരം ചിക്കന് വേണമെങ്കിൽ ചിക്കനും ചേർത്ത് കൊടുക്കുക. പക്ഷേ ചിക്കന് മിക്സിയിലിട്ട് ഇതുപോലെ ക്രഷാക്കരുത്. കൈവച്ച് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക. കൈവച്ച് തന്നെ നമുക്ക് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പം ഞാനിപ്പോൾ ബീഫ് വെച്ചിട്ടാണ് മസാല റെഡിയാക്കുന്നത്. അപ്പോൾ ബീഫ് ഇതിലേക്ക് ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നല്ല പോലെ തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഏകദേശം ഒരു 10-15 മിനിറ്റ് വരെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ ബീഫിലേക്ക് നല്ലപോലെ മസാല പിടിച്ച് കിട്ടും. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ചേർക്കാനുള്ളത് ഗരം മസാലയുടെ പൊടിയാണ്. അപ്പോൾ ഏകദേശം ലാസ്റ്റ് ടൈമിലാണ് ഞാൻ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുള്ളത്.
അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മുടെ മസാല റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മസാല ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മസാല റെഡിയായി. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ മസാല റെഡിയാക്കിയ സമയത്ത് എനിക്ക് മല്ലിയില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിലേക്ക് ചേർക്കാൻ വിട്ടുപോയി. അപ്പോൾ ഞാനിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, നമ്മുടെ മസാലയിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾ നേരത്തെ തന്നെ ഇടുക, അതായത് ലാസ്റ്റ് ടൈമിൽ ഇട്ട് കൊടുക്കുക. പക്ഷെ എനിക്കത് വിട്ടുപോയി, ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ട് എനിക്കത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയി. അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇതിനായിട്ട്, അതായത് നമ്മുടെ ദോശ ഒന്ന് മുക്കിയെടുക്കാൻ വേണ്ടി 5 മുട്ട ഇതുപോലെ പൊട്ടിച്ച് ഒരു ബൗളിൽ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1 ഗ്ലാസ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഒരിത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ ഇതിലേക്ക് 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല, ഞാൻ അത്യാവശ്യം നല്ല എരിവോട് കൂടി തന്നെയാണ് മസാല റെഡിയാക്കിയിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഇത് ഫില്ലിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ദോശയൊക്കെ ഉണ്ടാക്കിയ അതേ പാനിൽ തന്നെ എണ്ണ പുരട്ടി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ചുട്ട് വെച്ച ദോശ കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ ദോശയും എടുത്ത് നമ്മുടെ ആ കൂട്ടിലേക്ക് ഒന്ന് മുക്കിയെടുക്കാം. ഈ കൂട്ടിലേക്ക് ഒന്ന് മുക്കിയെടുക്കാം. അപ്പോൾ മുക്കിയെടുക്കുന്ന സമയത്ത് നല്ല പോലെ സൂക്ഷിക്കണം, കാരണം അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പം മെല്ലെ ഒന്ന് മുക്കിയെടുക്കുക. അതിന് ശേഷം ഇതുപോലെ പാനിൽ വെച്ച് കൊടുക്കുക. അതിനാണ് ഞാൻ പറഞ്ഞത്, ഈ പാനിൻ്റെ അതേ അളവിൽ തന്നെ നമ്മൾ ദോശ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അട്ടിപ്പത്തിരി റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇതിലേക്ക് ചുറ്റും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. ഇനി അടുത്തതായി വേറൊരു ദോശ എടുക്കുക. അത് മുമ്പ് ചെയ്ത അതേ രീതിയിൽ തന്നെ നമ്മൾ ആ കൂട്ടിലേക്ക് ഒന്ന് മുക്കിയെടുക്കുക. അപ്പോൾ മുക്കിയെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കാനുണ്ട്, പൊട്ടിപ്പോകാതെ ശ്രദ്ധിച്ച് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലും മസാല ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതേ രീതിയിൽ ഞാൻ ഏകദേശം 6 ദോശ ഇതേ രീതിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ലാസ്റ്റ് മുകൾ ഭാഗത്ത് ഒരു ദോശ ലാസ്റ്റ് വെച്ച് കൊടുക്കുക, അതായത് മസാലയൊന്നും ഇല്ലാതെ മുകൾ ഭാഗത്ത് ഒരു ദോശ ലാസ്റ്റ് വെച്ച് കൊടുക്കുക, ഇതുപോലെ മുക്കി. അപ്പം നമ്മൾ ഈ ദോശ വെക്കുന്ന സമയത്ത് അതിലേക്ക് മുക്കാതെ, അതായത് ഡിപ്പ് ചെയ്യാതെ വെക്കരുത്. നമ്മുടെ മുട്ടയുടെ കൂട്ടിൽ ഡിപ്പ് ചെയ്യാതെ വെക്കരുത്. അതിൽ ഡിപ്പ് ചെയ്ത് വെച്ചാലേ നമുക്ക് നല്ല അട്ടിപ്പത്തിരി ആയിട്ട് റെഡി ആയിട്ട് കിട്ടുള്ളൂ. അപ്പം ഞാൻ 6 ദോശ ഇതുപോലെ ലെയറായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. മസാല ഫില്ല് ചെയ്ത് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം മുകൾ ഭാഗത്ത് ഒരു ദോശ കൂടി ഇതുപോലെ വെച്ച് കൊടുത്തു. അപ്പോൾ ബാക്കി വന്ന മുട്ടയുടെ കൂട്ട് ഇതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക.
അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ദോശയുടെ സൈഡ് ഭാഗത്തുള്ള അടയാത്ത ഭാഗങ്ങളൊക്കെ അടഞ്ഞ് കിട്ടുകയും ചെയ്യും. അതിനുശേഷം ഞാൻ ഇതുപോലൊരു പാന് നല്ലപോലെ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മുടെ സ്നാക്സിൻ്റെ പാന് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അടിയിൽ വെച്ച പാന് നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ സ്നാക്സിൻ്റെ പാന് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 2 സെക്കൻഡ് വരെ ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. നമ്മൾ വെച്ച പാൻ ഒന്ന് ചൂടാകുന്നത് വരെ ഒന്ന് ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിലാക്കി വെക്കുക. ലോ ഫ്ലെയിമിലാക്കി ഏകദേശം ഒരു 15 മിനിറ്റ് വരെ വെച്ച് കൊടുക്കുക. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അടിഭാഗം നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു പാനിലേക്ക് എണ്ണ തടവിയതിന് ശേഷം ഇതുപോലെ വെച്ച് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതേ രീതിയിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ല, അടിഭാഗം നല്ല രീതിയിൽ തന്നെ ബ്രൗൺ നിറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ ഇത് വെക്കുന്ന സമയത്ത് ആദ്യം ഒരു 1-2 സെക്കൻഡ് ഫുൾ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം പിന്നീട് ലോ ഫ്ലെയിമിൽ ഇട്ട് ഒരു 15 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു 5 മിനിറ്റ് നേരം ഈ രീതിയിൽ വെച്ച് കൊടുത്താൽ കഴിഞ്ഞാൽ നമ്മുടെ മുകൾ ഭാഗത്ത് നല്ലൊരു ബ്രൗൺ നിറായിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ അട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം ഞാൻ കുറച്ച് നാളുകളായി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്, കാരണം എനിക്ക് അത്യാവശ്യം കുറച്ച് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ എല്ലാവരും അതൊന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി പെട്ടെന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.